ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ലോങ് വീഡിയോ ആയിട്ടാണ്. ഞാനൊരു പ്ലാനില്ലാതെ എടുത്ത വീഡിയോ ആണ് ഇത്. പിന്നെ ഈ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ദിവസമായി. ക്രിസ്മസ് എക്സാമിന് മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. പിന്നെ എക്സാം ആയതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യാനും പിന്നെ എഡിറ്റ് ചെയ്യാനൊക്കെ ലേറ്റായി. എഡിറ്റ് ചെയ്ത് വെച്ചു, പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനൊക്കെ ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ വേഗം എഡിറ്റ് ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്തൊന്ന് പോകാൻ വിചാരിച്ചു. മറൈൻ എക്സ്പോ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോകാമെന്നുള്ള പ്ലാൻ തന്നെ ഇട്ടത്. അതുകൊണ്ട് തന്നെ ആയാലോ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി സത്യത്തിൽ. പിന്നെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മറൈൻ എക്സ്പോ എവിടെയാണ് നടക്കണതെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ പോസ്റ്റിലൊക്കെ ഒട്ടിച്ച പോസ്റ്ററൊക്കെ നോക്കിയിട്ടാണ് ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ചത്. ലൊക്കേഷൻ വരുന്നത് പട്ടാപ്പി റോഡ് കൊളപ്പുള്ളി അവിടെയാണ്. പിന്നെ വഴിയിൽ ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സ്ഥലം എത്തിയെന്ന്. എക്സ്പോ തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അധികം വലിയൊരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പുറത്ത് തന്നെ കുറേ കളിപ്പാട്ടമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ഹിന്ദിക്കാരൊക്കെ കുറേ ബലൂണൊക്കെ തൂക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം തിരക്കൊന്നുമില്ല. തുടങ്ങിയിട്ട് കുറേ ആയി, പക്ഷേ എല്ലാവർക്കും ഒന്നും അറിയണ്ടായിരുന്നില്ല. ഇവരൊക്കെ കുറച്ച് പേർക്കൊക്കെ അറിയണ്ടായിരുന്നുള്ളൂ. കാരണം ഇപ്പോഴാണ് പോസ്റ്ററൊക്കെ ഒട്ടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വേഗം തിരക്ക് വരുന്നേക്കാളും മുന്നേ പോകാൻ വിചാരിച്ചു. പിന്നെ എക്സാം ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം തിരക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിന്നു. ടിക്കറ്റ് എടുക്കുമ്പോൾ അധികം തിരക്കൊന്നുമില്ല. കണ്ടോ, ഒരുപാട് വണ്ടികളുണ്ട്, പക്ഷേ ആൾക്കാരൊക്കെ കുറച്ച് കുറവുള്ളൂ. ഉള്ളിൽ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയില്ല, അകത്ത് വരെയല്ലേ അറിയുള്ളൂ. പിന്നെ ഇത് 4 മണി മുതൽ 10 മണി വരെയാണ്. ഈ എക്സ്പോ തുടങ്ങുന്നത് 4 മണിക്കും അവസാനിക്കുന്നത് 10 മണിക്കുമാണ്. ഞങ്ങളൊരു 8 മണിയാകുമ്പോഴൊക്കെയാണ് ഞങ്ങൾ എത്തിയതെന്നാണ് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. പിന്നെ പുറത്ത് തന്നെ വലിയ മീനിൻ്റെയൊക്കെ പിക്ചറൊക്കെ വെച്ചിട്ടുണ്ട്. അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. വലിയ മീനിൻ്റെ പിക്ചർ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങി സെക്യൂരിറ്റി കയ്യിൽ ടിക്കറ്റൊക്കെ കൊടുത്തു. എന്നാൽ നമ്മൾ അകത്ത് കയറാണ്. അകത്ത് കയറുമ്പോഴൊന്നും അധികം തിരക്കേയില്ല. പുറത്ത് ഒരുപാട് കാറുകളുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കാറൊക്കെ കണ്ടപ്പോൾ ഞാൻ വെച്ചു അകത്ത് കാല് കുത്താൻ പറ്റുകയില്ല എന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ മുന്നേ റോബോട്ടിൻ്റെ പിക്ചറൊക്കെ ഉണ്ടായിരുന്നു. തിരിഞ്ഞത് നമ്മുടെ സ്പൈക്കുട്ടൻ, നമ്മുടെ ബിഗ് ബോസിലെ സ്പൈക്കുട്ടൻ മരിത്ത അതേ റോബോട്ട്. ഞങ്ങൾക്ക് ഒരുപാട് നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അത് ബാക്കിലുള്ള ചേട്ടനാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ആ ചേട്ടനെ പക്ഷേ ഒന്നും അറിയാത്ത മാതിരിയാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആ ചേട്ടൻ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണ കാണാണ്ടായിരുന്നു. ഞങ്ങൾ അതുവഴി ഇങ്ങനെ എത്തി നോക്കിയപ്പോൾ കണ്ടു. പിന്നെ ഞങ്ങൾക്കൊക്കെ ഹായൊക്കെ തരുന്നുണ്ടായിരുന്നു ആ റോബോട്ട്. ഞങ്ങളടുത്തേക്കൊക്കെ വരും, പക്ഷെ പെട്ടെന്ന് വരുമ്പോൾ ഞാൻ പേടിച്ചു പോയി. പിന്നെ മറ്റേ ഹാൻഡ് ഷേക്കൊക്കെ തരുമായിരുന്നു. പിന്നെ വീഡിയോ എടുക്കേണ്ടതെന്ന് കണ്ടപ്പോഴേക്കും ഞാൻ വീഡിയോയുടെ മുന്നിൽ വന്ന് ഹായൊക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അത് കണ്ടിട്ടിങ്ങനെ അതിൻ്റെ കൂടെ കളിച്ചിട്ടിരിക്കുകയാണ്. അനുമോളൊക്കെ അതിൻ്റെ കൂടെ കളിക്കുകയാണ്. എല്ലാവരും സിറ്റ് ഡൗൺ എന്നൊക്കെ പറയുകയാണ്. പിന്നെ ഈ റോബോട്ട് ഇങ്ങനെ തലയിട്ടിങ്ങനെ ആടലും പിന്നെ ഇങ്ങനെ ചാടനൊക്കെ ഉണ്ടായിരുന്നു. ചാടുന്ന സമയത്ത് ഈ നമ്മൾ നിൽക്കണ നിലം ഭയങ്കര കുലുക്കായിരുന്നു. അത്രയ്ക്കും പവറായിട്ടാണ് അത് ചാടനൊക്കെ ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ കുറേ നേരം നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നു. പിന്നെ അത് കടക്കുക, ഓടുക, നടക്കുക, ഹായ് തരിക, ഹാൻഡ് ഷേക്ക് തരിക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അകത്തേക്ക് പോയി പിന്നെ ഞങ്ങൾ അകത്തേക്ക് നടന്നു. അകത്ത് പോകുമ്പോൾ ഇവിടെ മൊത്തം വാളിൽ മൊത്തം മീനിൻ്റെ പോസ്റ്ററുകളും മർമെയ്ഡിൻ്റെ പോസ്റ്ററുകളും റോബോട്ടിൻ്റെ പോസ്റ്ററുകളൊക്കെയാണ്. അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ കുറച്ച് പോകണം കേട്ടോ. ഈ സമയത്തായിരുന്നു എനിക്ക് ഇൻട്രോ എടുക്കണം എന്നുള്ള ബോധം വന്നത്. പക്ഷേ ഞാൻ അപ്പോഴേക്കും ഈ സ്ഥലത്തെത്തിയപ്പോഴേക്കും ഞാൻ അത് മറക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറിയതും മീനുകളുടെ ഒരു തന്നെ നടക്കുമായിരുന്നു, ഒരു വലിയ സമ്മേളനം. ഒരുപാട് മീനുകളുണ്ടായിരുന്നു, പല വിധത്തിലും തരത്തിലും നിറത്തിലും ഒക്കെ ഉള്ള മീനുകളുണ്ടായിരുന്നു. ഒരുപാട് മീനുകൾ ചത്തിറക്കിടന്ന് കാണാം. പിന്നെ കാണാത്ത ഒരുപാട് മീനുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല. പിന്നെ ഇത് ഷാർക്കാണ്. ഞാൻ പിന്നെ അവിടെ അതിൻ്റെ പുറത്ത് തന്നെ മീനുകൾ ഇട്ട് വെച്ച ആ ടാങ്കിൽ തന്നെ അവരുടെ പേരൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് മീനുകളുണ്ട് കേട്ടോ. ഈ മീനുകളൊക്കെ കൂടി ഇങ്ങനെ അവരൊക്കെ തട്ടിയാണ്. ഇത് അധികം സ്ഥലമൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും അവിടെ കളർഫുള്ളായിട്ടുള്ള മീനുകളൊക്കെ കണ്ടു. പിന്നെ അവിടെ ചൂടെടുക്കുമ്പോൾ AC ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാലിൽ കുറച്ച് നേരം പോയി നിന്നു കേട്ടോ. പിന്നെ ഇത് അലിഗേറ്റർ ഗാർ. ഈ അലിഗേറ്റർ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ രണ്ടും കൂടി കൂട്ടി ഇടിക്കുമ്പോൾ ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.
പിന്നെ ഞങ്ങൾ അടുത്ത ടാങ്കിൻ്റെ അടുത്തേക്ക് പോയി. പക്ഷേ ഈ ടാങ്ക് അത്രയ്ക്ക് വൃത്തി ഉണ്ടായിരുന്നില്ല, ഒരുപാട് ചളിയായിരുന്നു. പിന്നെ ടിൻ ഫോയിൽ ബാർബ് എന്നോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു പേര്. എന്തായാലും ഒരു മീൻ ചത്ത് കിടക്കണ്ടായിരുന്നു. ഈ ഈ ഇതൊക്കെ ആ ചത്തിറക്കണ മീൻ ഈ കറങ്ങണ മീനുകളുടെ ആ ഒരു ടൈപ്പല്ലേ, വേറെ ഏതോ ഒരു മീനാണ് അവിടെ ചത്തിറക്കണ്ടായിരുന്നു. പിന്നെ അത്തേക്ക് അധികം വൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല ടാങ്ക്. എല്ലാ ടാങ്കും വല്ല വൃത്തിയൊന്നുമില്ല. പിന്നെ പിന്നെ ഏതൊക്കെയോ മീനുകളൊക്കെ കാണണ്ടായിരുന്നു, പേരൊന്നും അറിയില്ല. നമ്മൾ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. അതിൻ്റെ അടുത്തു കൂടെ പോയിട്ട് എൻ്റെ കണ്ണൊക്കെ കാണുമ്പോൾ എന്തോ മാതിരിയായിരുന്നു കേട്ടോ. അധികം പേടിയൊക്കെ ആവും അതിങ്ങനെ നമ്മുടെ മുഖത്തേക്ക് വന്നിങ്ങനെ നോക്കുമ്പോൾ. പിന്നെ ചെറിയ ചെറിയ മീനുകളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ മീനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതന്നെ കുറേ നേരം നോക്കി നിന്നു. പിന്നെ അതിൻ്റെ അവസാനം എത്തി. പിന്നെ നമ്മൾ ആ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ കയറണമാതിരി ആ സ്ഥലത്തേക്ക് കയറിയപ്പോൾ തന്നെ ഒന്നും അനങ്ങാണ്ട് നിൽക്കണ ആദ്യം തന്നെ കണ്ടത് ആ മീനിനെയാണ്. അലിഗേറ്ററാണ് തോന്നുന്നു, അറിയില്ല കേട്ടോ ഏതാ മീനെന്ന്. അതിങ്ങനെ അനങ്ങാണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു, കാരണം എല്ലാവരും അവിടെ തന്നെ നിൽക്കുമായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. തലയുടെ മേളിലൊക്കെ ഇങ്ങനെ മീനുകളൊക്കെ ഇങ്ങനെ പോകണതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാ മീനുകളും ഇങ്ങനെ തലയുടെ മേളിൽ കൂടെ ഇങ്ങനെ പോകണ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരുപാട് വലിയ മീനുകളുണ്ടായിരുന്നു, ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മൾ ഇത്ര നേരം ഈ ടാങ്കിൻ്റെ അപ്പുറത്ത് നിന്നിട്ടായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് നമ്മൾ ഉള്ളിലേക്ക് എത്തിയത്. പിന്നെ ഒരുപാട് മീനുകളൊക്കെ കണ്ട്. ഒരുപാട് ഞാൻ എന്നെ കാണിക്കണമെന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കണത്, അല്ലെങ്കിൽ എന്നെ കാട്ടില്ല. പിന്നെ അങ്ങനെ കുറേ നേരം ആ മീനിനെ എന്നെ ഇങ്ങനെ നോക്കി നിന്നു. പിന്നെ അപ്പോഴാണ് വേറൊരു മീൻ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ചത്തമാതിരി കിടക്കുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വേറെ മീനിൻ്റെ സ്ഥലത്ത് പോയി. ഇതിങ്ങനെ വെള്ള കളറിലുണ്ട്, ബ്ലാക്ക് കളറിലുണ്ട്, ഗ്രേ കളറുണ്ട്, അങ്ങനെ ഒരുപാട് കളറിലുണ്ട് ഇത്. പിന്നെ ഞാൻ അടിയിലേക്ക് നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ചേച്ചി കാണിച്ചിട്ടാണ് ചെയ്തത്. ഈ അടിയിൽ ഉള്ള കാർപ്പറ്റിലൊക്കെ നല്ല വെള്ളമായിരുന്നു, മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിച്ച് വന്നത്. പിന്നെ മേളിലിങ്ങനെ അതിൻ്റെ അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ മേളിലേക്ക് നോക്കിയത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്, ഈ മീനുകളൊക്കെ തലയുടെ മേളിൽ കൂടെ പോകണം കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കാലിൽ നടക്കുമ്പോൾ വെള്ളമാണ്, ആ കാർപ്പറ്റിൽ മൊത്തം വെള്ളമാണ്. ചെരുപ്പിടുന്നതുകൊണ്ട് നമുക്കറിയില്ല, ചെരുപ്പില്ലെങ്കിൽ നമുക്ക് നന്നായി അറിയാൻ പറ്റും. പിന്നെ ഇത്രയും ലെങ്ത്ത് ഉണ്ടത്. കുറച്ച് നല്ല വലിയ ദൂരമൊന്നുമില്ല, ആകെ കുറച്ച് ദൂരമേ ഉള്ളൂ. വലിയ ഈ അകത്തു കൂടെ ഈ ഗുഹമാരിയുള്ള സാധനം വലുതൊന്നുമില്ല, വളരെ ചെറുതാണ്. പിന്നെ ഞങ്ങൾ ഒരു മീനിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് നേരം നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെയാണ് നമ്മൾ അടുത്ത മീനുകളെ കാണാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് മീനുകൾ അല്ലാതെ ഒരു മീനിൽ തന്നെ നമ്മൾ ഒരുപാട് നേരം നോക്കും. അതിൻ്റെ പല വിധത്തിലൊക്കെയുള്ള മീനുകളെ, കളർ ചേഞ്ചുള്ള മീനുകളൊക്കെ കുറേ നോക്കിയിട്ടാണ് നമ്മൾ അടുത്തേക്ക് പോണത്. അതുകൊണ്ട് തന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇറങ്ങിയത്. അതൊരു ഫാൻറ്റസിയിലേക്ക് കയറിയ പറ്റിയിട്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ മുകളിൽ മഞ്ഞയും വെള്ളയും ആ ഗുഹമാരിയുള്ള സാധനം അതിൻ്റെ എൻഡിൽ ഞങ്ങൾ മഞ്ഞയും വെള്ളയായിട്ടുള്ള മീനുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ അതോടുകൂടി അത് കഴിഞ്ഞു. പിന്നെ അപ്പുറത്ത് വേറെ ടാങ്കുകളാണ്, ആ ടാങ്കിൽ ഒരുപാട് മീനുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ ടാങ്കിൽ നോക്കാൻ വന്നപ്പോൾ ശശിയായിപ്പോയി, ആ ടാങ്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാവരും ശശിയായി. പിന്നെ ഞങ്ങൾ അടുത്ത ടാങ്ക് നോക്കാൻ വേണ്ടി നിന്നു. പിന്നെ ഇത് നമ്മുടെ ടവറിൻ്റെ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ മീനല്ല കണ്ടത്, ഓന്തായിരുന്നു. ഇത് നല്ല നീളമുണ്ട് കേട്ടോ, അതിൻ്റെ വാലൊക്കെ കൺമുഴ എന്തോ മാറിയിട്ടുണ്ട്. ഇവിടെ കാണുമ്പോൾ ഓതൊക്കെ നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവണ നല്ല ചെറുതാണ്, പക്ഷേ ഇതൊക്കെ നല്ല വലുതായിരുന്നു കേട്ടോ. പിന്നെ അതിൽ നിന്ന് നമ്മൾ പിന്നെ കാണുമ്പോൾ ഇത് വേറൊരു ഫിഷാണ് കേട്ടോ, ജെയിൻറ്റ് ഗോറിയെന്നോ അങ്ങനെ എന്താണ് ഫിഷിൻ്റെ പേര്. അതായിരുന്നു കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ കാണുമ്പോൾ നല്ല പേടിയുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുഖവും കണ്ണൊക്കെ ഇങ്ങനെ തുറച്ച് നിൽക്കുമായിരുന്നു. പിന്നെ വേറൊന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെ ഒരുപാട് മീനുകളെ കാണാൻ പോയി. പിന്നെയാണ് ആമ വന്നത്. ആമ കാണാൻ എന്തോ മരമുണ്ടായിരുന്നു, വളരെ വികൃത രൂപമായിരുന്നു അതിനെ കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ തോടിലൊക്കെ പ്രത്യേകതരം ഡിസൈനൊക്കെ ആയിരുന്നു, ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിലുണ്ട്, കല്ലിൻ്റെ മുകളിലുണ്ട് ആമ. 4 ആമയും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാമ പകുതി തല മറ്റേ തോടിൻ്റെ ഉള്ളിലും പകുതി തല
തോടിൻ്റെ പുറത്ത് വിട്ടിട്ടൊക്കെ ഇരിക്കണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നടന്നപ്പോഴേക്കും വീണ്ടും നമ്മൾ ആ ടാങ്കിൻ്റെ സൈഡിലേക്ക് തന്നെ പോയി. നമ്മൾ കണ്ട മീനാണെങ്കിൽ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ആ മീനുകൾ ഇടിക്കാൻ വന്നത്. പിന്നെ ഞങ്ങൾ വേറെ ഏതൊക്കെയോ മീനൊക്കെ കണ്ടു, പേരൊന്നും ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഈ മീൻ ആ പൈപ്പിൻ്റെ ഇടയിൽ കൂടെ കുടുങ്ങി ചത്തുപോയതാണ്. നല്ല സൈസൊക്കെ ഉണ്ട് കേട്ടോ മീൻ, നല്ല നീളമുണ്ട്, നല്ല സൈസൊക്കെ ഉണ്ട്. ഈ മീൻ കുറേ നേരമായിട്ട് അവിടെ അനങ്ങാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് കൊട്ടിയപ്പോൾ അത് വേഗം അനങ്ങി. ഞാൻ വിചാരിച്ചത് ചത്തെടുക്കാണെന്ന്. പിന്നെ ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലം കാണാൻ വേണ്ടി പോയി. പിന്നെ ആ മീനിനെ കണ്ടതിന് ശേഷം പിന്നെ ടാങ്കുകളൊക്കെ തീർന്നു. അതിന് ശേഷം ഒരു ടാങ്ക് കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി തോന്നുന്നു. പിന്നെ ഞങ്ങൾ നേരെ നോക്കിയപ്പോഴായിരുന്നു വലിയൊരു ടാങ്ക്. പക്ഷെ അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം മർമെയ്ഡിനുള്ള ടാങ്കാണെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് ഞങ്ങൾ അവരൊക്കെ പറഞ്ഞത് മർമെയ്ഡിനുള്ള ടാങ്കാണെന്ന്. ഞാൻ മർമെയ്ഡ് ഉണ്ടായിരുന്നില്ല, ടാങ്കിൽ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മർമെയ്ഡ് ചായ കുടിക്കാൻ പോയി എന്നാണ് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി പറഞ്ഞത്. 4 മണി മുതൽ വെള്ളത്തിലാണ്, അതുകൊണ്ട് ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി പോയിരിക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് തന്നെ മർമെയ്ഡിനെ കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചായ കുടിച്ച് വരും വിചാരിച്ചിട്ട്. പക്ഷെ വന്നത് തന്നെ ഇല്ല. എന്നിട്ട് ഞങ്ങൾ ഈ വെള്ളമൊക്കെ ബ്ലൂ കളർ ആയതുകൊണ്ട് അതിനകത്ത് ലൈറ്റൊക്കെ വെച്ചത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ കുറച്ച് നേരം നോക്കി ഇങ്ങനെ അതിൻ്റെ ചുറ്റും നടന്നതിന് ശേഷം ഞങ്ങൾ നേരെ നടന്ന് അപ്പോഴേ ഞങ്ങൾക്ക് അതിൻ്റെ മുകളിൽ മർമെയ്ഡ് ഇരിക്കുന്നത് കാണാം. ഞങ്ങളൊക്കെ മേളിലേക്ക് നോക്കി, അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടത് കണ്ടപ്പോൾ ഞങ്ങൾ എന്താ നോക്കിയപ്പോൾ അവിടെ മർമെയ്ഡ് ഇരിക്കണം ഞാൻ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ പോയപ്പോഴേക്കും കടകളുടെ ഭാഗങ്ങളെത്തി. കടകൾ എന്ന് പറഞ്ഞാൽ പാത്രം, ചീർപ്പുകൾ, പിന്നെ വേറെന്തൊക്കെയോ ഈ കയലുകൾ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പാവ, പിന്നെ പഴയ തരത്തിലുള്ള മിഠായി, ജോക്കർ മിഠായി, അതുമാതിരത്തുള്ള മിഠായികൾ, പിന്നെ ഈ പേനകൾ, യൂണിക്കോൺ പേനകൾ, അതിൻ്റെ ബുക്കുകൾ, സ്റ്റിക്കറുകൾ, പിന്നെ മറ്റേ മറ്റേ ഹെയർ ക്ലിപ്പുകൾ, അങ്ങനത്തെ ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ വിത്തുകളുടെ ഒരു കട ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ചെടികളുടെ വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് അച്ചാർ കടയാണ്. അച്ചാർ കടയിൽ നിന്ന് ഭയങ്കര സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു, പല വിധത്തിലുള്ള അച്ചാറിൻ്റെയൊക്കെ സ്മെല്ലും കൂടി ഒന്നായിട്ട്. അച്ചാർ മാത്രമല്ല, ഈ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു, അതിൽ തേൻ നെല്ലിക്ക അങ്ങനത്തെ ഒക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ചെറിയ തുണിക്കട മാതിരി, ഈ തോർത്ത്, ബെഡ്ഷീറ്റ്, തലയണ കവർ അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. അതിൽ ഞങ്ങൾ തോർത്ത് വാങ്ങിയാലോ വിചാരിച്ചു, പക്ഷേ തോർത്ത് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ ഞങ്ങളത് വാങ്ങിയില്ല. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് നടക്കാൻ നേരെ നടന്നു. അപ്പോൾ കമ്മൽ കട കണ്ടു. അപ്പോൾ അനുമോൾക്ക് കമ്മൽ വാങ്ങാൻ വിചാരിച്ച് അവിടെ നിന്നു. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു ആ കമ്മൽ കടയിൽ. ഫാൻസി ഐറ്റംസിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു, കളിപ്പാട്ടക്കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങാണ്ട് പിന്നെ ഞങ്ങൾ നേരെ നടന്നു. പിന്നെ അതിനുശേഷം ഐസ്ക്രീം കട, പിന്നെ വിആറിൻ്റെ അപ്പുറത്തുള്ളൊരു സ്പേസ് ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒരു കടകളും വന്നിട്ടില്ല, ഒരു സാധനങ്ങളോ ഒരു ഷോപ്പും ഇല്ല. പിന്നെ ഈ വിആറുമല്ല ഒരു കളികളും ഇല്ല, അതിങ്ങനെ എംപ്റ്റി ആയിട്ട് കിടക്കുകയാണ്. അങ്ങനത്തെ 2 സ്ഥലങ്ങളെന്തോ ഒന്നുമില്ലാണ്ട് കിടക്കുകയാണ്. പിന്നെയും വേണ്ടി കളിപ്പാട്ട കട എത്തി. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഈ ഫസ്റ്റ് കണ്ടത് ഞങ്ങൾ ഈ റൈഡാണ്. ഇത് കണ്ടപ്പോഴേ ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ ഉള്ളിൽ കയറി വന്നത് വണ്ടർലയിൽ എത്തിയോ എന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞങ്ങൾക്ക് ഒരുപാട് എക്സിബിഷനിൽ പോയിട്ടുണ്ട്, അവിടെയൊന്നും നിങ്ങൾ ഈ റൈഡ് കണ്ടിട്ടില്ല. ഈ റൈഡ് അതിൻ്റെ ബാക്കിലുള്ള ആ വലിയ റൈഡ്, ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കറങ്ങുന്ന സാധനം, അതൊന്നും ഞങ്ങൾ എക്സിബിഷനിൽ കണ്ടിട്ടില്ല. ഞങ്ങൾ എക്സിബിഷനിൽ കണ്ടിരിക്കുന്നത് വെച്ചാൽ ജെയിൻ്റ് വീല്, ഈ ടെഡി ബെയർ മാതിരി ഒരു സാധനത്തിൽ ഇങ്ങനെ കുട്ടികൾ ചാടിക്കളിക്കണത്, പിന്നെ ഈ ഡ്രാഗൻ്റെ തോണി, പിന്നെ കപ്പ് ആൻഡ് സോസർ, ഇതൊക്കെ കണ്ടിരിക്കണത്. പക്ഷെ ഞങ്ങൾ ഈ 2 കണ്ടപ്പോഴേക്കും ഞങ്ങൾ ഇതെന്തത് ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടോ വിചാരിച്ചു. ഞങ്ങൾ അത് നല്ല വലിയൊരു ഗ്രൗണ്ടിലാണ് ഇതൊക്കെ നടക്കണം. അതുകൊണ്ട് ഇത്രയും ഈ ഫിഷിൻ്റെ ടാങ്കിനേക്കാളൊക്കെ കൂടുതലാണ് ഈ കടകൾ ഒരുപാടുണ്ട്. ഞാൻ പറയാത്ത ഒരുപാട് കടകളുണ്ട്. കളിപ്പാട കട തന്നെ ഒരു 100 കണക്കിനുണ്ട്. പിന്നെ ഈ റൈഡുകളൊക്കെ ഉള്ളതിൻ്റെ സൈഡിൽ തന്നെ ഈ പാനിപൂരി, ബേൽപൂരി, പിന്നെ ഈ സ്വീറ്റ് കോൺ, ഐസ്ക്രീം, അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഈ പൊട്ടാറ്റോ സ്പൈറലാക്കിയിട്ട് കോല് ഊത്തി തരുന്ന സാധനമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അതൊന്നും വാങ്ങിയില്ല. ഞങ്ങൾ ഇങ്ങനെ റൈഡുകളൊക്കെ നോക്കി നിന്നു. അപ്പോൾ ഞങ്ങൾ ഈ റൈഡിൽ കയറണം എന്ന് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അമ്മ സമ്മതിക്കില്ല.
അതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. പിന്നെ ഞങ്ങൾ എല്ലാ റൈഡുകളും ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കപ്പ് ആൻഡ് സോസർ ഞങ്ങൾ എത്ര നേരം കണ്ടിട്ടുണ്ടായില്ല, അപ്പോഴായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ റൈഡും ഞങ്ങൾ നോക്കി. ചെറിയ കുട്ടികൾ കളിക്കുന്ന റൈഡുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. മറ്റേ ഈ ചെറിയ ഈ കുതിര, ചെറിയ ജെയിൻറ്റ് വീല്, ഈ ബോട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കപ്പ് ആൻഡ് സോസറിൽ കയറാൻ വിചാരിച്ച് നിന്നു. ആൻറ്റി കയറിയില്ല. ഞാനും അമ്മയും ചേച്ചിയും അച്ചൂട്ടനും അനുമോളുമായിരുന്നു. ഞാനും അനുമോളും അമ്മയും കൂടിയിട്ട് ഒന്നിൽ കയറി. പിന്നെ ചേച്ചിയും അച്ചൂട്ടനും വേറെ ഒന്നിലും കയറി. ഞങ്ങൾ റെഡ് കളറിലായിരുന്നു ഇരുന്നുണ്ടായിരുന്നു. നല്ല സ്പീഡുള്ളതിലായിരുന്നു ഇരുന്നുണ്ടായിരുന്നത്. ഞങ്ങൾ മാത്രം ആ റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 5 പേര് മാത്രമായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു ആ റൈഡിൽ. പിന്നെ ഞങ്ങൾ വരുമ്പോൾ തന്നെ ആ ഓപ്പറേറ്റ് ചെയ്യുന്ന ചേട്ടന്മാർ ആ റൈഡിലിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമുള്ളതുകൊണ്ട് തന്നെ കൊടുത്ത പൈസേനേക്കാൾ ഒരുപാട് സമയം ഞങ്ങളതിലിട്ട് കറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് ടൈം ലാപ്സ് ഇട്ടതാണ്, കാരണം ഒരുപാട് മിനിറ്റ് കറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കണോണ്ട് ഭയങ്കര കഴുത്തുവേദനയായിരുന്നു, ഭയങ്കര നിലവിളിയായിരുന്നു. ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് വളയണ സമയത്ത് കഴുത്ത് നല്ല വേദനിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും നല്ലോണം ചീറി പൊളിച്ചിട്ടുണ്ട്. ഈ ചീറി പൊളിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ കഴുത്ത് വേദനയാണ്. കഴുത്ത് ഇങ്ങനെ അനക്കാൻ പറ്റില്ല, നമുക്ക് തിരിയാനോ അങ്ങോട്ട് തിരിയാനോ ഇങ്ങോട്ട് തിരിയാനോ ഒന്നും പറ്റില്ല. നല്ല വേദനയായിരുന്നു. പിന്നെ നല്ല സ്പീഡിലും കറക്കിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് സമയം കറക്കിയിട്ടുണ്ടായിരുന്നു. കൊടുത്ത പൈസ നല്ല ലാഭമായി. ശരിക്കും അത് കുറച്ച് നേരം കറക്കുള്ളൂ. കുറച്ച് നേരം തന്നെ തലയൊക്കെ കറങ്ങും. പക്ഷേ ഇത് ഞങ്ങളെ ഒരുപാട് നേരം കറക്കി, ഞങ്ങൾ മാത്രമുള്ളതുകൊണ്ട്. അതൊന്നും എന്തായാലും നല്ല ലാഭമായി. നല്ലോണം കറക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് തല കറങ്ങുന്നുണ്ടായിരുന്നു. ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ വീഴാൻ പോവുമായിരുന്നു. അങ്ങനെയായിരുന്നു കറക്കമൊക്കെ ഉണ്ടായിരുന്നത്. ഒരുപാട് സമയം കറക്കിയോണ്ട് തന്നെ കഴുത്തിൻ്റെ കാര്യം തീരുമാനമായി. നല്ല വേദനിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കറക്കിയത് മൊത്തം വീഡിയോ എടുത്തിട്ടുണ്ട്. ഞങ്ങളെ നിലവിളിയൊക്കെ കേൾക്കാണ്ട്, പക്ഷെ അതൊന്നും കാണിക്കുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ നിലവിളിച്ചിരിക്കണത്. പിന്നെ ഞങ്ങൾ ഈ വീഡിയോ മൊത്തത്തിൽ ആക്കണില്ല, കാരണം ഇപ്പം തന്നെ ഒരുപാട് ലോങ് ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ കറക്കിയത് ഒരു 15 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് എന്തായാലും കറക്കിയിട്ടുണ്ട്. അതിൽ 11-12 മിനിറ്റ് എങ്ങാണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഞങ്ങൾ. പക്ഷെ അത് മൊത്തം ഇതിലിട്ട് കഴിഞ്ഞാൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾ മർമെയ്ഡ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾ വരുന്നതിനേക്കാളിലും നല്ല തിരക്കുണ്ടായിരുന്നു. പോകുമ്പോൾ നല്ല വരുമ്പോൾ തിരക്കില്ല, പക്ഷെ പോകുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ വലിയ റൈഡിൽ ഒരു ഫാമിലി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ റിയാക്ഷൻ കാണാനും അവരുടെ നിലവിളി കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് സമയം ഞങ്ങൾ അവിടെ തന്നെ നിന്നു. പിന്നെ ആ തിരക്ക് കാരണം അതുവഴി നേരം നടക്കാൻ പോലും പറ്റില്ല. പിന്നെ ഞങ്ങൾ നേരെ മർമെയ്ഡിൻ്റെ ആ സ്ഥലത്തേക്ക് പോയപ്പോൾ അതാ കാണുന്നു മർമെയ്ഡ്. ഞങ്ങൾ മർമെയ്ഡിനെ കണ്ടപ്പോൾ ഞങ്ങൾ വേഗം നടക്കാൻ തുടങ്ങി. അതുവരെ ഇങ്ങനെ വന്നിട്ടുണ്ടാവുക, ചായ കുടിച്ച് ഉണ്ടാവും എന്ന് വിചാരിച്ച് നടക്കായിരുന്നു. നോക്കിയപ്പോഴേക്കും മർമെയ്ഡിനെ കണ്ടപ്പോൾ ഞങ്ങൾ വേഗം നടക്കാൻ പോയി. ഇത് ഫിലിപ്പീൻസ് ആണെന്നാണ് ഈ പോസ്റ്ററിലൊക്കെ ഒട്ടിച്ചിരിക്കണത്. അവർ പറഞ്ഞതും അങ്ങനെയാണ്. കുറച്ച് നേരം വെള്ളത്തിൽ നിൽക്കും, എന്നിട്ട് വേഗം മുകളിലേക്ക് പോവും, വീണ്ടും വരും, വീണ്ടും മേളിലേക്ക് പോവും. അങ്ങനെയാണ് കേട്ടോ. മാസ്കൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ തന്നെ ചെയ്തിട്ടിരിക്കണേ. പിന്നെ അവിടെ നിൽക്കണ്ടായിരുന്ന ചേട്ടന്മാരൊക്കെ മർമെയ്ഡിൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാം ID ഒക്കെ ഇങ്ങനെ ഫോണിലൊക്കെ എഴുതിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മർമെയ്ഡ് പോയിരിക്കുന്നത് അത് പേപ്പറിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. മർമെയ്ഡിൻ്റെ ഇൻസ്റ്റ ID ആ ചേട്ടന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് അവിടെ മേളിൽ നെറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, ആ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കൊടുക്കണ്ടായിരുന്നു. ഒരുപാട് സമയം മർമെയ്ഡ് വന്നിട്ട് ഞങ്ങൾ ഒരുപാട് സമയം അവിടെ നിൽക്കേണ്ടി വന്നു. കാരണം മുഖം ഒന്നും കാണാൻ പറ്റില്ല. കാരണം അത് ഒരുപാട് സമയം ഒന്നും കാണാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഈ ഇൻസ്റ്റൈഡ് ചെയ്താൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം മേളിലേക്ക് തന്നെ പോയിരിക്കുമായിരുന്നു. ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്തു, ഇപ്പോൾ വരും വിചാരിച്ചിട്ട്. പക്ഷെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നേരം ഇങ്ങനെ തൂങ്ങി നിന്നു. പിന്നെ മാസ്ക് ഊരി, പിന്നെ എന്തൊക്കെയൊക്കെയോ കാട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ. പിന്നെ അവർ ആ നെറ്റിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അവരത് വേഗം നോക്കിയിട്ട് ഞങ്ങൾക്ക് ആ ചേട്ടന്മാർ ഞങ്ങൾക്കും ഇൻസ്റ്റ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇന്തോനേഷ്യക്കാർ, ഫിലിപ്പീൻസ് എന്തൊക്കെയോ പറയുന്നുണ്ട്, ആരോ ആണെന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ
പക്ഷേ ഞങ്ങൾ ആദ്യം വന്ന് നിന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇവർ ഈ ചേട്ടന്മാർ ഇൻസ്റ്റ ഐ ഡി ആണ് ചോദിക്കണേന്ന്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഫോൺ നമ്പർ ആയിരിക്കും ചോദിക്കേണ്ടാവുക. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു ഫോൺ നമ്പറാണോ ചോദിക്കണേന്ന്. അപ്പോൾ അവർ പറഞ്ഞു അല്ലല്ല എന്ന്. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അവർ ഇൻസ്റ്റ ഐ ഡി ചോദിച്ചിരുന്നത്. പിന്നെ ബായ് ബായ് ഒക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ തന്നിട്ടാട്ടോ പോയത്. പോയി പിന്നെയും വന്നു അങ്ങനെയാണ് കേട്ടോ. കുറേ നേരം അങ്ങനെ അങ്ങനെ നിൽക്കുമായിരുന്നു. മേളിൽ പോയി മാസ്ക് ഊരും ശ്വാസം വലിക്കും, വീണ്ടും മാസ്ക് ഇടും, എന്നിട്ട് താഴെ വരും. ഇതന്നെയായിരുന്നു. ഒരുപാട് നേരം വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഇവരുടെ തലയിലൊക്കെ നല്ല ഗിൽട്ടറൊക്കെ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇത് ഈ ക്യാമറയിൽ നേരമാണൊന്നും കാണാനില്ല, പക്ഷെ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ആ മർമേൻ്റെ ആ ടെയിലിൻ്റെ ആ ഡ്രസ്സും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ആ തലയിൽ ആ ഗിൽട്ടർ ഇങ്ങനെ വെള്ളത്തിലിങ്ങനെ തിളങ്ങണ കാണാനായിരുന്നു ഏറ്റവും കൂടുതൽ ഭംഗി. ആ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ തിളങ്ങണം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നേരം മർമേഡ് അങ്ങനെ തന്നെ നിന്ന് ഞങ്ങൾക്ക് മർമേഡിനെ ഒന്ന് നേരമാണ് കണ്ട് ആസ്വദിക്കാൻ പോലും പറ്റിയില്ല. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടായിരുന്നു, പക്ഷേ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടോ, കാരണം ഒരുപാട് നേരമായി. പിന്നെയും താഴത്തേക്ക് വന്ന് എല്ലാവർക്കും ബായ് ബായും കൊടുത്തു, ഉമ്മയും കൊടുത്തിട്ട് വീണ്ടും ഞാൻ കൈക്കൊക്കെ കാട്ടിയിട്ട് ഇങ്ങനെ മേലേക്ക് പോവാണ്. മേലേക്ക് പോയിട്ട് പിന്നെ ഞങ്ങൾ അധികം അതിൻ്റെ അടുത്ത് നിന്നില്ല. പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് പോയി നിന്നു. അപ്പോൾ അത് എന്തൊക്കെയോ കാട്ടുന്നുണ്ട് കേട്ടോ. ഉമ്മ ഒക്കെ തരുന്നുണ്ട്, ഞാനിതൊന്നും കണ്ടില്ല. പിന്നെ അത് വീണ്ടും മേലേക്ക് പോയി. അപ്പോഴേക്കും ഞങ്ങൾക്ക് പ്രാന്താവാൻ തുടങ്ങി, കാരണം ഒരുപാട് നേരമായി ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഈ മർമേഡാണെങ്കിൽ മേലേക്ക് വരിക, മേലേക്ക് പോവുക, താഴത്തേക്ക് വരിക, മേലേക്ക് പോവുക, താഴത്തേക്ക് വരിക. പിന്നെ ഇവിടുന്ന് ഈ ടാറ്റയും ബൈ ബൈ കട്ട് തന്നെ ഉള്ളൂ. അപ്പം ഞങ്ങൾ പിന്നെ പോവാൻ വിചാരിച്ചു. പിന്നെ പോകണമെങ്കിൽ നമുക്ക് ആ കടയിൽ കൂടെ തന്നെ പോകണം കേട്ടോ, വേറെ വഴിയൊന്നുമില്ല. ആ കട മൊത്തം ചുറ്റിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നേരത്തെ തിരക്കുണ്ടാവാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെമാരിൻ്റെ ബാക്കിയുള്ളവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ആ റൈഡിലൊക്കെ കയറിയിട്ട് പിന്നെ മർമേഡിനെ കാണാൻ വരാമെന്ന്. അതുകൊണ്ടായിരുന്നു തിരക്ക്. പക്ഷെ പോകുമ്പോൾ അത്രയ്ക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യം കണ്ട കടയിൽ ഇങ്ങനെ പഴയ മിഠായി കൊണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ മിഠായിയൊക്കെ വാങ്ങാമെന്ന്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ വിചാരിച്ച് നിന്നു. ഞാൻ പിന്നെ ഇമ്മലിയായിരുന്നു എടുത്തത്. ചേച്ചി പിന്നെ എന്തോ പുളി ഇങ്ങനെ ഉരുട്ടി വെച്ച ഒരു സാധനം, എന്താണെന്ന് പേരറിയില്ല, അതെന്താ ഈ സാധനമായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു ചേച്ചി. ഞാൻ ഇമ്മലി, ചേച്ചി ഈ സാധനം, പിന്നെ അച്ചൂട്ടൻ എന്താ സാധനം എനിക്ക് ഓർമ്മയില്ല, എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അനിമോള്, പിന്നെ അതാ ചേച്ചി ഇതാണ് എടുത്തത്, ഞാനിതാണ് എടുത്തത്. ഞാൻ ഇമ്മലി, ചേച്ചി ഇതാ ഒരു ഇങ്ങനെ പുളി ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് അതിൽ പഞ്ചസാരയൊക്കെ ഇട്ട സാധനം. പിന്നെ അച്ചൂട്ടൻ വാങ്ങിയത് ജെല്ലിയാണ്. പിന്നെ അനിമോള് വാങ്ങിയത് ഈ കോയനില്ലേ അതായിരുന്നു. അത് അവൾ അവിടെ നിന്ന് തന്നെ പൊട്ടിച്ച് കഴിച്ചു. അവൾ പറഞ്ഞ് ഒരു രസമില്ല എന്ന്. പക്ഷെ ഞങ്ങൾ പറഞ്ഞത് കഴിച്ചേ പറ്റും. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞതാ അത് വാങ്ങണ്ട വേറെ വാങ്ങിക്കോ, മാഷ്മലോ വാങ്ങിക്കോ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതാ. പക്ഷെ അവൾക്ക് അതന്നെ വേണം നിർബന്ധമായിരുന്നു. എന്നിട്ട് അത് വാങ്ങി എന്നിട്ട് ഇഷ്ടമാവുകയും ചെയ്തില്ല. പിന്നെ ഞങ്ങളതൊക്കെ വാങ്ങിയിട്ട് പിന്നെ വീണ്ടും പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഈ സ്നിക്കേഴ്സിൻ്റെ മാതിരിയുള്ള ഈ റേസർ കണ്ടത്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചൊന്നുമില്ല, വെറുതെ നോക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നോക്കി. പിന്നെ ഒരുപാട് ഞങ്ങൾ ഈ പണ്ടൊക്കെയാണ് ഈ എക്സിബിഷൻ ഈ പേനകളൊക്കെ ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. കാരണം പണ്ട് ഞങ്ങൾ ഈ കാണുന്ന പേനകളിലൊക്കെ ഒരുപാട് പേനകൾ ഞങ്ങൾ വാങ്ങുമായിരുന്നു. ഈ പേനയുടെ മറ്റേ മൂടിയുടെ മേളിൽ ചിത്രങ്ങളൊക്കെ ആയിട്ടുള്ള യൂണിക്കോൺ ആയിട്ടുള്ള അങ്ങനത്തെയൊക്കെ അങ്ങനെ ഒരുപാട് പേനകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പന്നിമിഠായി വാങ്ങാമെന്ന്. പിന്നെ അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ ആ കടയിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിയില്ല, കാരണം എല്ലാവർക്കും പനിയും ചുമയായിരുന്നു. എനിക്ക് സൗണ്ട് തന്നെ നേരമണം വരുന്നുണ്ടായില്ല. പിന്നെ ഞങ്ങൾ നേരെ നടന്നു. പിന്നെ ഞങ്ങൾ പുറത്തെത്തിയപ്പോൾ ആ റൈഡിൽ വീണ്ടും ആൾക്കാർ കയറുന്നുണ്ടു. പിന്നെ ഞങ്ങൾ ഈ റൈഡൊക്കെ ഈ ഭാഗത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബാക്കിലുള്ള റൈഡുകളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ നേരെ നോക്കിയപ്പോൾ ഈ റിങ് എറിഞ്ഞിട്ട് സാധനത്തിൻ്റെ മേലേക്ക് റിങ് എറിഞ്ഞിട്ട് ആ സാധനം കിട്ടുന്ന ആ പരിപാടിയില്ലേ, അത് ഞങ്ങൾ ചെയ്താലോ വിചാരിച്ചു. പിന്നെ ഭാഗ്യം തലയുടെ മേളിലായതുകൊണ്ട് കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് കുട്ടികളുടെ ചെറിയ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു. ബോട്ടിങ് മീൻസ് വെറുതെ ഇങ്ങനെ കാലിട്ട് ഇടിക്കുക അത്രേ ഉള്ളൂ. ഒരു ചെറിയ വലിയ ഈ പൂളൊന്നും ആയിരുന്നില്ല അത് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതോടുകൂടി നമ്മുടെ ഈ
മറൈൻ എക്സ്പോൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എക്സിറ്റിലെത്തി നല്ല നടക്കുമ്പോൾ തന്നെ കാർ അവിടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വിളിക്കാൻ വരുമായിരുന്നു, ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോയി. ഞങ്ങൾ വരുമ്പോഴേക്കും കുറച്ച് തിരക്ക്, ഞങ്ങൾ പോകുമ്പോൾ നിർത്തിയിട്ട കാറിനേക്കാൾ ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ കുറച്ച് കാറുകൾ കൂടുതലാണ്, കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. എനിക്ക് ഒന്നും ഇങ്ങനെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത രീതിയിൽ നല്ല പനിയായിരുന്നു. എനിക്ക് ഒന്നും ഇറക്കാൻ പറ്റില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുളപ്പുള്ളി എത്തിയപ്പോൾ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടി നിർത്തി. ഇവരൊക്കെ ചേച്ചി പിന്നെ ബേൽപൂരി, അച്ചൂട്ടിനൊക്കെ ബേൽപൂരി വാങ്ങി തോന്നുന്നു. ഞാൻ പാനിപ്പൂരിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് എനിക്ക് മനസ്സിലായത്. തൊണ്ടയൊക്കെ നല്ല എരിച്ചിലായിരുന്നു, അല്ലെങ്കിലേ തൊണ്ടവേദനയാണ്, ഭയങ്കര എരിച്ചിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.